പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനിയുടെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവന് സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അനാമികയുമായിട്ടുള്ള തൻ്റെ ആദ്യ വിവാഹത്തിന്റെ ഓർമ്മകൾ, അതിലെ മുറിവുകൾ, അതൊന്നും ഉണങ്ങുന്നതിന് മുൻപേ തന്നെ മറ്റൊരു വിവാഹം, അതും അവന്തികയുമായിട്ട്. ഒരിക്കലും അവൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവൻ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. ആകെ വിഷമത്തോടു കൂടെ തന്നെ കണ്ണ് നിറഞ്ഞു നിൽക്കുമായിരിക്കും അനി. ആ സമയത്താണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. മകന്റെ സങ്കടം ആ അമ്മക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പതിയെ അവനരികിലേക്ക് വന്നുകൊണ്ടതിനെ അവർ വാത്സല്യത്തോടെ വിളിച്ചു. അനി. അവൻ തിരിഞ്ഞു നോക്കി. ആ കണ്ണുകളിലെ നിസ്സഹായത ജാനകിയുടെ നെഞ്ചി പിളർക്കുന്നതായിരുന്നു. എങ്കിലും അവർക്ക് മുത്തശ്ശന്റെ തീരുമാനങ്ങളെ എതിർക്കാൻ കഴിയുമായിരുന്നില്ല. എടാ മോനെ, ഇനിയിപ്പോൾ അധികം വൈകാതെ നിന്റെയും അവന്തിക മോളുടെയും എൻഗേജ്മെന്റ് നടക്കും. നിനക്കറിയാമല്ലോ മുത്തശ്ശന്റെ സ്വഭാവം. ജാനകി വളരെ പതുക്കെയാണത് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ അനിയുടെ മുഖം അങ്ങ് വരിഞ്ഞു മുറുകി. ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വന്നതുപോലെ അവൻ ജാനകിയെ ഒന്ന് രൂക്ഷമായി നോക്കി. നീ എന്താടാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ജാനകി നിസ്സഹായതയോടെ ചോദിച്ചു. ഇത് നിന്റെ മുത്തശ്ശനെടുത്ത തീരുമാനമാണ്. അതിനിപ്പോൾ മറ്റൊന്നും തന്നെ ആർക്കും പറയാനും പറ്റില്ലല്ലോ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ബന്ധം നടക്കാനൊന്നും പോകുന്നില്ല. അനി ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. എൻ്റെ ആദ്യ വിവാഹത്തിന്റെ ഡിവോഴ്സ് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ കേടുപാടുകളിൽ നിന്നും ഞാൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോഴാണോ അടുത്ത വിവാഹം? ഞാനൊരു എന്താ കളിപ്പാവയാണോ? അതുകൊണ്ടാണോ ഇതിപ്പോൾ ചെറിയ തോതിൽ ഒരു എൻഗേജ്മെന്റ് മാത്രം നടത്തി വെക്കുന്നേ ഉള്ളൂ? അധികം ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. അതൊന്നും ഓർത്തിട്ട് നീ വിഷമിക്കൊന്നും വേണ്ട, നീ പേടിക്കണ്ട, ജാനകി അവനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. അതെ, അമ്മക്ക് അങ്ങനെ വളരെ എളുപ്പത്തിൽ പറയാം. ഒരിക്കൽ അനുഭവിച്ചതിന്റെ വേദന എനിക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ എടുത്തുചാടിയ ഒരു തീരുമാനമെടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അനി തീർത്തും പറഞ്ഞു. കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൻ വേഗത്തിൽ നിന്നും അവിടെ നിന്ന് നടന്നുപോയി. ജാനകി നിറഞ്ഞ കണ്ണുകളോടെ മകൻ പോകുന്നതും നോക്കി നിന്നു. സങ്കടം സഹിക്കാൻ കഴിയാതെ ജാനകി നേരെ പോയത് ദേവയാൻ്റെ അടുത്തേക്കാണ്. തറവാട്ടിലെ വലിയൊരു ആശ്വാസമായിരുന്നു ദേവയാനി. ഇതുവരെയായിട്ടും അവൻ ഈ വിവാഹത്തിനൊന്നും സമ്മതിച്ചിട്ടില്ല ഏട്ടത്തി. അവൻ്റെ മനസ്സിലെ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. എന്തു ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ജാനകി തൻ്റെ സങ്കടം തുറന്നു പറഞ്ഞു. ദേവയാനി വളരെ ശാന്തമായി തന്നെ മറുപടി നൽകി. അതൊക്കെ സമയമാവുമ്പോൾ നടന്നോളൂ ജാനകി. നീ എന്തിനാ എപ്പോഴും അവൻ്റെ പിറകെ പോയിട്ടിങ്ങനെ ശല്യപ്പെടുത്തുന്നത്? അവൻ്റെ മുത്തശ്ശനൊരു കാര്യം അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവന് അനുസരിക്കാതിരിക്കാനൊന്നും പറ്റില്ല എന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് നീ ഇതൊന്നും ഓർത്ത് വെറുതെ വിഷമിക്കേണ്ട. ദേവയാനി അങ്ങനെ പറഞ്ഞുവെങ്കിലും അവരോട് വലിയൊരു സങ്കടം കിടക്കുന്നുണ്ടായിരുന്നു. ആദർശിനെയും നയനെയും കുറിച്ചുള്ള ആ ഒരു ചിന്തകളായിരുന്നു അത്. എത്രയും പെട്ടെന്ന് തന്നെ ആദർശ നയനെയും ഈ വീട്ടിലേക്ക് തിരികെ വരണം. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അതിന് മുത്തശ്ശൻ സമ്മതിക്കണമല്ലോ. എല്ലാം ശരിയാവുമെന്ന് അവർക്ക് തോന്നി. കാരണം അധികം വൈകാതെ തന്നെ മൂർത്തി മുത്തശ്ശൻ നയനെയും ആദർശിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് അവരുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിലെ ശാന്തമായൊരു അന്തരീക്ഷം. കിളികളുടെ ചിലകളും ദൂരെ എവിടെയോ കേൾക്കുന്ന ആ ഒരു ഭക്തിഗാനവും ആ അന്തരീക്ഷത്തെ കൂടുതൽ മനോഹരമാക്കി. മൂർത്തി മുത്തശ്ശൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ ആദർശ നയനയും അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശനെ കണ്ടപ്പോൾ അവർ ഓടിച്ചെന്ന് അനുഗ്രഹം വാങ്ങിച്ചു. മുത്തശ്ശൻ്റെ മുഖത്ത് വലിയൊരു സന്തോഷവും ഉറപ്പുമുണ്ടായിരുന്നു. അദ്ദേഹം ആദർശിൻ്റെ തോളിൽ കൈവച്ചു. എടാ മോനെ, ഇനി അധികം വൈകാതെ തന്നെ ഒരു കാര്യം നടത്തണം, മുത്തശ്ശൻ ഗൗരവത്തോടെ പറഞ്ഞു. എന്താ മുത്തശ്ശ? ആദർശ് ആകാംക്ഷയോട് ചോദിച്ചു. നിന്നെ അനന്തപുരിയിലേക്ക് വീണ്ടും ഞാൻ കൂട്ടിക്കൊണ്ടുവരികയാണ്. ആ ചടങ്ങ് വലിയ ഗംഭീരമായി തന്നെ നടത്തണം. നാളെയായിട്ട് വീട്ടിൽ ഇന്ന് 2-3 പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വേണം നിന്റെ മടങ്ങി വരവ്. മുത്തശ്ശൻ്റെ ശബ്ദത്തിൽ വലിയൊരു ആവേശമുണ്ടായിരുന്നു. ആദർശ് ഒന്ന് ചിരിച്ചു, ഒരു ഗൂഢമായ ചിരി. ഞാൻ അങ്ങോട്ടേക്ക് വരുവാണെന്ന് കേട്ട ചിലർക്കൊക്കെ അത് വലിയ അടി തന്നെയായിരിക്കുമല്ലോ മുത്തശ്ശ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? മുത്തശ്ശൻ്റെ കണ്ണുകൾ തിളങ്ങി. അടി കിട്ടേണ്ടവർക്ക് കിട്ടുക തന്നെ വേണം. ഈ പറയുന്ന അഭിക്കും ജലജക്കൊക്കെ അതൊരു വലിയ പ്രഹരം തന്നെയായിരിക്കും. സാരമില്ല മുത്തശ്ശ, ആദർശ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഇനിയിപ്പോൾ അവരെ അവിടെ നിന്നും അടിച്ചിറക്കണമെങ്കിൽ ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും. ഇത്രയും നാളും ഞാൻ ഒന്നും മടിക്കാതെ എല്ലാം സഹിച്ച് ഒതുങ്ങിക്കൂടി. പക്ഷേ ഇനി അങ്ങനെയല്ല. ഈ പ്രശ്നങ്ങളൊക്കെ അഭിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ പിന്നെ ആ അനന്തപുരി തറവാട്ടിലൊന്നും കാണില്ല. അന്നേരമാണ് നയന ഇടപെട്ടത്. അഭിക്ക് എന്തായാലും ഇതിൽ പങ്കുണ്ടായിരിക്കും മുത്തശ്ശ. അതുകൊണ്ടാണല്ലോ അവൻ്റെ ഈ ഒരു ക്രൂരതകൾക്കും കള്ളത്തരങ്ങൾക്കും എല്ലാം അയാൾ കൂട്ടുനിന്നുകൊണ്ടിരുന്നത്. അതേ മോളെ, അതെനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. മുത്തശ്ശനും ശരിവെച്ചു. നവ്യ അവനെ അന്ധമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം ക്ഷമിച്ചു നിന്നത്. അവൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ നവ്യയുടെ മനസ്സിലിരിപ്പ് അതൊന്നുമല്ല. അവൻ അവളെ ചതിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആ പാവത്തിനറിയില്ലല്ലോ. ആദർശനും നായനക്കും മുത്തശ്ശൻ്റെ വാക്കുകൾ വലിയ ആശ്വാസമാണ് നൽകിയത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ അനന്തപുരിയിലേക്ക് തിരികെ പോകാമെന്ന് വലിയ സന്തോഷത്തിലായിരുന്നു അവർ. മുത്തശ്ശൻ പോയതിനു ശേഷം നയന ആദർശിൻ്റെ കൈകളിൽ ഇങ്ങനെ പിടിച്ചു. ആദർശേട്ടാ, ഇനി എൻ്റെ ചടങ്ങും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചായിരിക്കുമല്ലേ നടത്തേണ്ടത്?
അതേ നയന, അതിനൊരു മാറ്റവുമില്ല. ആദർശ് അവളെ ചേർത്ത് പിടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മുത്തശ്ശി എന്നോട് പറഞ്ഞിരുന്നു, ഇനി എൻ്റെ ചടങ്ങെല്ലാം തന്നെ അവിടെ വെച്ചാൽ നടത്തുന്നതെന്ന്. എനിക്കിപ്പോഴാ ശരിക്കും ഒന്ന് സമാധാനമായത്. ഒരു പക്ഷേ ദേ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നയന സ്വന്തം വയറ്റത്തേക്ക് നോക്കി വാത്സല്യത്തോട് ചോദിച്ചു. അതേടോ, അതിനും ഒരു വഴിയുണ്ടല്ലോ, ആദർശ് ചിരിയോടെ പറഞ്ഞു. ഇതേ സമയം മൂർത്തി മുത്തശ്ശൻ്റെ മനസ്സിൽ മറ്റൊരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നുണ്ടായിരുന്നു. തൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചവനെ വെറുതെ വിട്ടൂടാ. നാഗേന്ദ്രൻ അവനെ കേമനായിട്ട് നടക്കുകയല്ലേ ഇത്രയും കാലം. അവനെ പോയിട്ടൊന്ന് കാണണം. നാഗേന്ദ്രൻ തൻ്റെ ഓഫീസിലിരുന്ന് കണക്കുകൾ ഇങ്ങനെ നോക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഡോർ തുറന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറി വന്നത്. നാഗേന്ദ്രൻ ആ ഒരു വരവ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ആദർശ് അവനെ നന്നായി തന്നെ കൈകാര്യം ചെയ്തതിൻ്റെ ക്ഷീണം ഇപ്പോഴും അവനുമുണ്ട്. മുത്തശ്ശനെ കണ്ട ഉടനെ തന്നെ നാഗേന്ദ്രൻ ഒരു നിമിഷം അങ്ങ് ഞെട്ടിപ്പോയി. എങ്കിലും ഉള്ളിലെ പേടി പുറത്തു കാണിക്കാനാവാതെ അവൻ ധൈര്യം സംഭരിച്ചു. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നാഗേന്ദ്രൻ ഗാംഭീര്യം നടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. മുത്തശ്ശൻ അവൻ്റെ അടുത്തേക്ക് നടന്നു. ആ കണ്ണുകളിലെ തീക്ഷ്ണത കണ്ട ആരും ഒന്ന് ഭയന്നു പോവും. എടാ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ച നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതിയോ? മുത്തശ്ശൻ്റെ ശബ്ദം ഓഫീസിൽ മുഴങ്ങി. അന്ന് നിന്നെ ഞാൻ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയതാ. അന്ന് നിന്നെ തീർത്ത് കളയേണ്ടതായിരുന്നു. പക്ഷേ ആ സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. നാഗേന്ദ്രൻ ഒന്നും മിണ്ടാതെ നിന്നു. മുത്തശ്ശൻ തുടർന്നു. പിന്നെ നിന്റെ സന്തതിയുണ്ടല്ലോ ആ അബി, അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമടാ. അവൻ ആ കുടുംബത്തിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. അവൻ കാരണം എത്ര പെൺകുട്ടികളുടെ ജീവിതമാ തകർത്തത് എന്ന് നിനക്കറിയാമോ? പിന്നെ നിന്റെ മോൾ അവന്തിക, അവൾക്ക് മാത്രമാണ് ആ കുടുംബത്തിൽ മറ്റുള്ളവരോടുള്ള സ്നേഹമുള്ളത്. ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. അവന്തികയുടെയും അനിയുടെയും വിവാഹം അത് ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുവാണ്. അതിനൊരു മാറ്റമുണ്ടാവാനും പോകുന്നില്ല. നിന്റെ സ്വഭാവമോ ജലജയുടെ സ്വഭാവമോ ആരുടെ സ്വഭാവമല്ല അവന്തിക മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചത് തന്നെ. മുത്തശ്ശൻ ഒരു നിമിഷമൊന്ന് നിർത്തി. പിന്നെ ഒന്നുകൂടി നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലാൽ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ ശ്രമിച്ച ഇനി ഞാൻ ഇങ്ങനെയൊന്നല്ല സംസാരിക്കുന്നത്. ഞാൻ അങ്ങ് തീർത്ത് കളയും. അതോടുകൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇതൊക്കെ കേട്ടപ്പോൾ നാഗേന്ദ്രൻ്റെ ഉള്ളിലെ അഭിമാനം ഉണർന്നു. ഓ, അങ്ങനെ എന്നെ അങ്ങോട്ടേക്ക് ഒതുക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. മുൻപ് നിങ്ങൾ പറയുന്നത് കേട്ട് എന്നാ ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നതാ. അന്ന് എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഈ നാഗേന്ദ്രനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. മുത്തശ്ശൻ പുച്ഛത്തോടെ ചിരിച്ചു. അറിയാടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. നിന്റെ ഏഞ്ചലരെക്കുറിച്ചും എല്ലാം എനിക്ക് നന്നായിട്ടറിയാം. നീ ചെയ്ത കുടിലതന്ത്രങ്ങൾ, നീ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. എൻ്റെ കൊച്ചുമോൻ ആദർശിനെ നീ ദുബായിൽ വെച്ച് അപകടപ്പെടുത്താൻ ശ്രമിച്ചതല്ലേ? അവനെ ജയിലിലാക്കാൻ നോക്കിയതല്ലേ? അന്ന് തൊട്ട് ഞാൻ ഓങ്ങി വെച്ചിരിക്കുക നിന്നെ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്ന്. അതിനുശേഷം നീ ഇവിടെ കിടന്ന് നല്ലൊരു ഒന്നാന്തരം കളി തന്നെ കളിച്ചു. അപ്പോഴേക്കും ഞാൻ ക്ഷമിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ അത് കിടക്കുന്നുണ്ടടാ. ഇനി നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പെട്ടെന്ന് നാഗേന്ദ്രൻ്റെ കർണം തീർത്ത് ഒരൊറ്റൊന്നങ്ങ് പൊട്ടിച്ചു. ആ അടിയിൽ നാഗേന്ദ്രൻ നിന്ന് ഒലഞ്ഞുപോയി. ഇതെന്തിനാണെന്നറിയാമോ? എൻ്റെ കൊച്ചുമോൻ ആദർശിനെ നീ അപായപ്പെടുത്താൻ ശ്രമിച്ചതിനും പിന്നെ കാണിച്ചു കൂട്ടിയ നെറുകേടിനുമൊക്കെ തന്നെയാ. ഇനി ഇങ്ങനെ എന്തെങ്കിലുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മോനുണ്ടല്ലോ അബി, അവൻ ആ വീട്ടിലുണ്ടാവില്ല. നിന്റെ ഭാര്യ ജലജയെ ഞാൻ അവിടെ നിന്നും അടിച്ചിറക്കി വിടും. നിന്റെ മോൻ്റെ സ്വഭാവമൊക്കെ നിനക്ക് നന്നായിട്ടറിയാലോ. അല്ലെങ്കിലും അവനും കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ടല്ലോ. നാഗേന്ദ്രൻ ആകെപ്പാടെ ഞെട്ടിത്തെറിച്ചു നിൽക്കുമായിരുന്നു. തിരിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? താൻ ശരിക്കും അങ്ങ് പെട്ടുപോയി എന്ന കാര്യം നാഗേന്ദ്രന് മനസ്സിലായി. മൂർത്തി മുത്തശ്ശൻ ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം വരെ പോകുമെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അതിൻ്റേതായിട്ടുള്ളൊരു പേടി നാഗേന്ദ്രൻ്റെ ഉള്ളിൽ വല്ലാതെ പടർന്നു. മുത്തശ്ശന് അത്രമാത്രം ദേഷ്യമുണ്ടായിരുന്നു. ഇത്രയും നാളുകളായി തൻ്റെ കുടുംബത്തെ എല്ലാവരും ഇട്ട് വെള്ളം കുടിപ്പിക്കുകയായിരുന്നു ഇവൻ. ഏൻ ജ്വല്ലറി ഒന്നാമതെത്തി. മൂർത്തി ജ്വല്ലറി 2ാം സ്ഥാനത്തേക്ക് പോയി. അത് നേരായ വഴിയിലൂടെ ആയിരുന്നില്ല, കള്ളത്തിലെഴുത്തിലൂടെയായിരുന്നു. പണ്ടേ നാഗേന്ദ്രൻ കാണിച്ച കള്ളത്തരങ്ങൾക്കുള്ള ശിക്ഷയായിട്ടാണ് അന്ന് അയാളെ വീട്ടിൽ നിന്നും പുറത്താക്കിയത്. അയാൾ അത്രമാത്രം ക്രൂരതകളൊക്കെ ആ കുടുംബത്തോട് ചെയ്തിരുന്നു. എന്നിട്ടും മുത്തശ്ശൻ അന്ന് അയാളെ അടിച്ചു പുറത്താക്കുക മാത്രമേ ചെയ്തുള്ളൂ. പകരം വേറെ ആരായിരുന്നാലും അയാളെ ഇല്ലാതാക്കാനേ നോക്കൂ. ആ ഒരു ദാക്ഷിണ്യം മുതലെടുത്തുകൊണ്ട് തന്നെ അയാൾ പ്രതികാരം ചെയ്യാമെന്നതാണ്.
നാഗേന്ദ്രന്റെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ മുത്തശ്ശന്റെ മനസ്സിൽ വലിയൊരു സമാധാനം തോന്നി. ഒരു കാലത്ത് താൻ അനുഭവിച്ച വേദനകൾക്ക് ഇന്ന് അല്പമെങ്കിലും ശമനമുണ്ടായിരുന്നു. തന്റെ കൊച്ചുമോൻ ആദർശ് ഇപ്പോൾ തന്നോളം അല്ലെങ്കിൽ തന്നെക്കാളും വളർന്നിരിക്കുന്നു. ഇനി തനിക്ക് ഒന്നിനെയും പേടിക്കണ്ട. അവൻ അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് തിരികെ വരും. വീണ്ടും അവനെ കമ്പനിയുടെ MD സ്ഥാനം കൊടുക്കണം. അവൻ ഒരൊറ്റ ആളുള്ളത് കൊണ്ട് മാത്രം ഇപ്പോൾ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഇത്ര കുഴപ്പമില്ലാതെ വളരെ സ്മൂത്തായിട്ട് തന്നെ പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഗംഭീരമായിട്ടുള്ള ആ ഒരു സ്വീകരണം കൊടുത്തു വേണം അവൻ ഇനി തിരികെ കൊണ്ടുവരാൻ മുത്തശ്ശൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ കാറിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വിജയത്തിന്റെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇനി വരാനിരിക്കുന്നത് വലിയ മാറ്റങ്ങളുടെ കാലമാണ്. അവന്തികയുടെയും അനിയുടെയും കല്യാണം. എന്നാൽ ആ ഒരു കല്യാണം നടക്കുന്നതിന് മുൻപ് തന്നെ വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അനി ഒരു ചെറിയ പണിയൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല അബിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയും ചെയ്യും. ആദർശും നയനയും തിരികെ എത്തുന്നതോടുകൂടി തന്നെ തറവാട്ടിലെ ഇരുട്ടെല്ലാം മാറി പ്രകാശം നിറയുമെന്ന് മുത്തശ്ശന് ഉറപ്പായിരുന്നു. അങ്ങനെ വരും ദിവസങ്ങളിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.